എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഇഷിതയും മഹേഷും ചിപ്പിമോളും കൂടെ വാട്ടർ തീം പാർക്കിലേക്ക് പോവാണ്. ആ സമയത്ത് മഹേഷിന് ഫോൺ കോൾ വരുന്നുണ്ട് വിവേകിന്റെ. അത് മീറ്റിംഗ് ഉണ്ട്, രാജേഷ് പിള്ള സാറുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ. പക്ഷെ മഹേഷ് ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യുക. കാരണം മഹേഷിന് വേറെ നിവൃത്തിയില്ലായിരുന്നു. ചിപ്പിമോളോടൊപ്പം കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യണമെങ്കിൽ വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടാ. ഇഷിതയ്ക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. പിന്നീട് വിവേക് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറയുന്നുണ്ട്, ഓ എന്റെ കൂടെയുള്ള ഒരു യൂസ്ലെസ് ലേഡി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതങ്ങോട്ട് ഇഷിതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണമല്ലോ, വെറുതെ എന്നിട്ട് കാര്യമില്ല. താൻ ഇത്ര കഷ്ടപ്പെട്ട് ചിപ്പി മോളെയും കൊണ്ട് ഇവിടെ വന്നതും പോരാ, എന്നിട്ട് തന്നെ യൂസ്ലെസ് ലേഡി എന്നൊക്കെ പറയണു. ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം. വണ്ടി അങ്ങോട്ട് സൈഡ് ഒതുക്കുവാണ്. സൈഡ് ഒതുക്കിയപ്പോൾ മഹേഷ് എന്താ എന്താ കാര്യം, എന്തിനാ ഇവിടെ നിർത്തിയെന്ന് ചോദിക്കാം. അല്ല, നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറഞ്ഞേ, യൂസ്ലെസ് ലേഡിന്നോ? ഓഹോ, കൊള്ളാട്ടോ എന്ന് പറയണം. അപ്പൊ നിങ്ങളെ എന്നെ കുറിച്ച് അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഞാനൊരു ഉപകാരം ചെയ്യാന്ന് വെച്ചപ്പോ മോളെ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞപ്പം നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിക്കോ. നിങ്ങൾ മീറ്റിങ്ങിനോ കോൺഫറൻസിനോ എന്തിനു വേണം പൊക്കോ, എനിക്കൊരു കുഴപ്പമില്ലാന്ന് പറയാം. അയ്യോ ഡോക്ടറെ, ഞാനത് പിന്നെ അറിയാതെ പറഞ്ഞു പോയതാ. എന്തറിയാതെ പറഞ്ഞു പോയെന്ന്? ഇതേ ഇറങ്ങാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മഹേഷ് ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല എന്ന് പറയാം. ഈ സമയം ചിപ്പിമോള് പറഞ്ഞു, അതെ ഡാഡി വെറുതെ പറഞ്ഞല്ലേ ഷ്യാമേ, ഡാഡി പാവാന്ന് പറയാണ്. ഇത് കേട്ട ഇഷിതയ്ക്ക് ചിരി വരുന്നുണ്ട്. പക്ഷേങ്കില് പറയാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് ഇഷിത പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി വാട്ടർ തീം പാർക്ക് ചെല്ലുന്നോടം വരെ ഇതുപോലെയുള്ള എന്തെങ്കിലും സംസാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ കാറിനകത്ത് നിന്ന് ഇറക്കി വിടുമെന്ന് പറയണം. ശരിയെന്ന് പറയണം. അങ്ങനെ ഇഷിത വണ്ടി സ്റ്റാർട്ടാക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും വണ്ടി സ്റ്റാർട്ടാകുന്നില്ലാത്തവരെ കാണിക്കുകയാണ്. ഇതെന്ത് പറ്റി? ഒരു കാര്യം ചെയ്യാൻ ഒന്ന് ഇറങ്ങി ഒന്ന് തള്ളാൻ പറയണം. എന്താണെന്ന് അറിയത്തില്ല, വണ്ടി സ്റ്റാർട്ടാകുന്നില്ലെന്ന് പറയണം. ഓ എന്റെ ദൈവമേ, ഈ പൊട്ട വണ്ടിയെ കയറാൻ തോന്നിയ സമയം ഞാൻ അപ്പോഴേ പറഞ്ഞ എന്റെ കാർ എടുക്കാന്ന്. അതെങ്ങനെയാ അപ്പൊ സമ്മതിച്ചില്ല. വലിയ ആളും കളിച്ച് എനിക്ക് കാറുണ്ട്, എന്റെ കാറിന് സ്വന്തം കാറിനെ ഞാൻ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്തൊരു അഹങ്കാരമായിരുന്നു. എന്നിട്ടിപ്പോ സ്റ്റാർട്ടാകാത്തൊരു പൊട്ട വണ്ടി. കേട്ടപ്പോഴത്തേനും ഇഷിത പറഞ്ഞ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിന് അസുഖം വരുന്ന, അതൊന്ന് തള്ളിയാലും ഒന്ന് സ്റ്റാർട്ടാകത്തുള്ളൂ പറയാം. ഒന്ന് ഇറങ്ങി ഒന്ന് കൈവെക്കാന്ന് ചോദിക്കാം. അവസാനം മഹേഷിന് വേറെ നിവൃത്തിയില്ല. എന്ത് ചെയ്യാൻ പറ്റും, പോയാലേ പറ്റുള്ളൂ. ചിപ്പിമോള് പറഞ്ഞു, ഡാഡി എന്താ ഡാഡി, ഇറങ്ങി തള്ളാൻ പറയാണ്. അവസാനം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മഹേഷ് ഇറങ്ങി. അങ്ങനെ മഹേഷ് ഇറങ്ങി പതുക്കെ വണ്ടി തള്ളുവാണ്. കുറച്ചു നേരം തള്ളി കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പറഞ്ഞ, ആ ശരി ശരി മതി തള്ളിയത്, സ്റ്റാർട്ടായി വരുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ മഹേഷ് അങ്ങോട്ട് കയറി. ഈ സമയം ഇഷിത ഒടുകണ്ണിട്ട് നോക്കുവാണ് മഹേഷിനെ. മഹേഷ് നല്ല കട്ടക്കലിപ്പ് ഇരിക്കുക. ഏത് സമയത്താണോ എന്തോ, നാരെയാണോ എന്തോ കണി കണ്ടത്. ഇന്നത്തെ ദിവസം പോക്കാന്ന് പറയാ. അല്ലെങ്കിൽ തന്നെ രാവിലെ ഇറങ്ങിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു എന്നൊക്കെ പറയാണ്. അത് കേട്ടത് ഇഷിത പറഞ്ഞേ, അതെ കുറച്ച് റിസ്ക് എടുത്തിട്ടാ കാര്യമുള്ളൂ, അല്ലാതെ എപ്പോഴും സന്തോഷിച്ച് അങ്ങനെ ചിരിച്ചുല്ലസിച്ച് നടന്നിട്ട് കാര്യമുണ്ടോ? ചില സമയങ്ങളിൽ നമ്മൾക്ക് ഇച്ചിരി സങ്കടങ്ങളും കാര്യങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയണം. അതത്ര മഹേഷിനെ കൂടി ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നീട് അവരങ്ങനെ വാട്ടത്തി പാർക്കിലേക്ക് പോവാണ്. ചിപ്പിമോള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ചിപ്പിമോളുടെ ഉള്ളിലുണ്ടായിരുന്നത്. ഈ സമയത്ത് വിവേകിന്റെ അടുത്തേക്ക് രാജേഷ് പിള്ള സാറും ഒക്കെ വരുന്നുണ്ട്. അപ്പം വിവേകാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവരുടെയായിട്ട് മീറ്റിങ്ങുകളും കാര്യങ്ങളും, പിന്നെ അവരെ മാക്സിമം സന്തോഷിപ്പിക്കണം, എങ്കിൽ മാത്രമേ പ്രോജക്റ്റ് ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിവേക് നോക്കുന്നുണ്ട്. വിവേകിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെന്ത് ആവശ്യപ്പെട്ടാലും അതെല്ലാം ചെയ്ത് കൊടുക്കണമെന്നുള്ളത്. അവര് കേരളത്തിലേക്ക് വന്നിരിക്കുമല്ലേ, ഒരു കാരണവശാലും ഈ പ്രോജക്റ്റ് നഷ്ടപ്പെട്ടു പോലെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ പോയി സ്വീകരിച്ചുകൊണ്ട് വരുന്നുണ്ട്. പിന്നീട് അവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് വിവേക് അവരുടെ കൂടെ പോവാണ്. അപ്പൊ അവര് പറഞ്ഞ സ്ഥലങ്ങളിൽ കൂടെയൊക്കെ അവരെ കൊണ്ടുപോകുന്നുണ്ട് മീറ്റിങ്ങിനൊക്കെ ശേഷം. ഈ സമയത്താണ് സുമിത്ര എന്ത് ചെയ്യാണ്, സുമിത്രനെ വിവേകല്ല വിനോദ് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടർ തീം പാർക്കിലേക്ക് വരണമെന്നുള്ളത്. അപ്പം സുമിത്ര ഒരുങ്ങി റെഡിയാവാണ്. ഇനിയിപ്പോൾ വിനോദ് വിളിച്ചിട്ട് ചെന്നില്ല എന്ന് വേണ്ട, എന്തായിരിക്കും ഒരുപക്ഷെ വിനോദിന് തന്നോട് പറയാനുള്ളത്. ഇനിയിപ്പോൾ ആ പഴയ ഇഷ്ടം എപ്പോഴും മനസ്സിൽ കാണുമോ, അതോ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലയോ? അങ്ങനെ നൂറ് ചിന്തകൾ സുമിത്രയുടെ മനസ്സിലുണ്ട്. ചെന്ന് നോക്കാം എന്താ പറയണേന്ന് അറിയില്ല. അങ്ങനെ രണ്ടും കളിപ്പിച്ച് സുമിത്ര റെഡിയാവുകയാണ് വാട്ടർ തീം പാർക്കിലേക്ക് പോകാനായിട്ട്. അങ്ങനെ റെഡിയായിട്ട് ഇറങ്ങി. ഈ സമയം ഇതൊന്നും ഇഷിതയോ മഹേഷോ ചിപ്പിമോളോ ആരും ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വാട്ടർ തീം പാർക്കിലേക്ക് പോയ സമയത്ത് ചിപ്പിമോള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ചിപ്പിമോളുടെ മനസ്സിൽ ആഗ്രഹം പോലെ തന്നെയായിരുന്നു. കാരണം അച്ഛനും അമ്മയും ഒരുമിച്ചുള്ള യാത്ര എന്ന് പറഞ്ഞാല് മഹേഷിന്റെ ഇഷിതയുടെയും കൂടെ പോകുമ്പോൾ ആ ഒരു ഫീലിങ്സ് ആണ് ചിപ്പിമോൾക്ക് ഉണ്ടാകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ചിപ്പിമോളുടെ ഇഷിത ചോദിച്ചു, അല്ല മോൾക്ക് ഈ റൈഡിലൊക്കെ കയറണമെന്ന് നിൽക്കും. എനിക്ക് കയറണം ഷ്യാമേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാന്ന് പറയണം. ഇത് കിടന്ന് മഹേഷ് പറഞ്ഞു, അതെ നിങ്ങൾ കയറിക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറയണം. അത് പറ്റില്ല, ഡാഡിയും വരണമെന്ന് പറയണം. എന്തിന്?
അതൊന്നും പറ്റില്ല എന്ന് പറയണം. ഡാഡി ബാ ഡാഡി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മഹേഷിന്റെ കയ്യെ പിടിച്ച് വലിക്കുക. മഹേഷിന് എന്ത് ചെയ്യാൻ പറ്റും? കാരണം കൊച്ചല്ലേ വിളിക്കുന്നേ, ചെല്ലായിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതും മോശക്കേട്. പിന്നീട് ഓരോ റൈഡിലൊക്കെ കയറുവാണ്. അങ്ങനെ അവസാനം അവർ എൻജോയ് ചെയ്യുവാണ്. കുറച്ച് കഴിയുമ്പത്തേനും മഹേഷും അവരോടൊപ്പം അങ്ങ് ചേർന്നു. മഹേഷും ഒരു നിമിഷം താൻ മനസ്സിലുള്ള അത്ര സമയമുള്ള ആ ദേഷ്യവും ഭാവം ഇതെല്ലാം മാറ്റി വെച്ചു. മഹേഷ് പഴയ മഹേഷായി. തൻ ചിപ്പിമോളെ സ്നേഹിക്കുന്ന അങ്ങനത്തെ ഒരു മഹേഷായിട്ട് അങ്ങോട്ട് മാറുവാണ്. എല്ലാ ഓഫീസിന്റെ കാര്യങ്ങളും അതെല്ലാം മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ അടിച്ചു പൊളിക്കുകയാണ്. ആ സമയത്ത് വേറൊരു ഫാമിലി അവിടെ വന്നു. അവർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോളും മഹേഷും ഇഷിതയൊക്കെ സന്തോഷത്തോട് കൂടിയിട്ട് റൈഡിലൊക്കെ കയറിയിരിക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ആ പുള്ളിക്കാരനെ വിളിച്ചിട്ട് നോക്ക്, എത്ര നല്ല കുടുംബമാന്ന് നോക്ക്, എത്ര നല്ല ഫാമിലിയാന്ന് നോക്ക്, എന്തോ എന്ത് സന്തോഷമാന്ന് നോക്കി, അങ്ങനെ വേണം ജീവിക്കുവാണെങ്കിൽ ജീവിക്കാനെന്ന് പറയണം. പക്ഷെ ഇതറിയത്തില്ലല്ലോ, ഇവര് ഭാര്യ ഭർത്താക്കന്മാരല്ലെന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ ഓരോ റൈഡിലും കയറി. അവസാനം ഇങ്ങനെ വട്ടം കിടക്കുന്ന റൈഡ് ഉണ്ടായിരുന്നു. അത്തേ കയറി കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് പെട്ടെന്ന് കയറിയിട്ട് ഇറങ്ങി കഴിയുമ്പോൾ തല ഇറങ്ങി. ഇഷിത വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ തല ഇറങ്ങി അവിടെ നിന്ന് വന്നിരുന്ന് കഴിയുമ്പോഴത്തേനും മഹേഷ് ഓടി വരുവാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അപ്പത്തേനും ഇഷിത പതുക്കെ അങ്ങ് തല ഇറങ്ങി അങ്ങോട്ട് മഹേഷിന്റെ നെഞ്ചിലേക്ക് അങ്ങോട്ട് ചാരുക. മഹേഷ് പെട്ടെന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഇഷിതയുടെ മുഖത്തൊക്കെ തളിക്കുന്നുണ്ട്. തളിച്ച് എന്ത് പറ്റി? മഹേഷിനും ആ ടെൻഷനായിപ്പോയി. തൻ്റെ കൂടെ വന്നിട്ട് ഇനിയിപ്പോ ദൈവമേ എന്താ സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല. ആ ഒരു ടെൻഷൻ മഹേഷിന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഹോസ്പിറ്റലിൽ പോണപ്പാ ഇപ്പം തന്നെ പോകാന്നൊക്കെ പറയണേ. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യ്, ഇവിടെ റെസ്റ്റ് എടുക്കുക. ഞാൻ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും മേടിച്ചോണ്ടിരാം, ജ്യൂസ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ മേടിച്ചോണ്ടിരാന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് അങ്ങോട്ട് പോയേക്ക് പോവാണ്. ആ സമയത്ത് ചിപ്പിമോൾ എടുത്തിരുന്നു. ഷിയാമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ചിപ്പിമോൾക്കും ഭയങ്കര വിഷമമായിരുന്നു. പിന്നീട് മഹേഷ് ജ്യൂസൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട് ഇഷിതയ്ക്ക് കുടിക്കാനും പറഞ്ഞുകൊണ്ട്. അങ്ങനെ മഹേഷിന് ആ കെയറിങ് കണ്ടപ്പോൾ തന്നെ ഇഷിതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ പറഞ്ഞ രചന പറഞ്ഞ പോലെ ഒന്നും അല്ല കാര്യങ്ങള്. മഹേഷ് ആള് പാവാണ്. ആ കെയറിങ് കണ്ടാൽ തന്നെ അറിയാം. ഒരു പക്ഷേ തന്നോട് ഇത്രയൊക്കെ ദേഷ്യപ്പെട്ടു പോലും തന്നോട് എത്ര സ്നേഹത്തോടെ ഈ സമയത്ത് പെരുമാറുന്നേ. അങ്ങനെ ഇഷിത മഹേഷിന്റെ കെയറിങ് അനുഭവിക്കുമായിരുന്നു. പിന്നീട് അവർ കുറെ സമയം കൂടെ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞു ഇനിയിപ്പം തിരികെ പോയേക്കാന്ന് പറയാണ്. ചിപ്പിമോൾക്ക് ഒട്ടും പോകാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് അങ്ങോട്ട് വിവേക് രാജേഷ് പിള്ള സാറിനെ അവരെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് നോക്കിയാൽ വാട്ടർ തീം പാർക്കിലേക്ക് വരാം. അപ്പൊ അവിടെ കുറെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ കുട്ടികളും ഉണ്ട്, ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. അവർക്കൊന്ന് എൻജോയ് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ അവിടെ വന്ന് അതെല്ലാം കണ്ടും കേട്ട് ഇങ്ങനെ തിരികെ പോകുന്ന സമയത്താണ് വിവേക് പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത്. മഹേഷിനെ ഇഷിതയും ചിപ്പിമോളെയും കൂടെ കാണുന്നത്. ആ സമയത്ത് രാജേഷ് പിള്ള സാറും ഇവരുടെ മുന്നിലേക്ക് അപ്രതീക്ഷിതം വന്ന് പെടുവാണ്. പെട്ടെന്ന് രാജേഷ് പിള്ള സാർ ചോദിച്ചു, ഓഹോ ഇതാണോട് തന്റെ ഗവൺമെന്റ് കോൺഫറൻസ്? അപ്പൊ വിവേക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹേഷിന് വരാൻ പറ്റില്ല, ഒരു ഗവൺമെന്റ് കോൺഫറൻസ് ഉണ്ടെന്നൊക്കെ. അപ്പൊ ഇതായിരുന്നില്ലേ ആ കോൺഫറൻസ്? ഇതായിരുന്നില്ലേ ഭാര്യയോടൊപ്പം ചുറ്റിയടിക്കാനായിരുന്നില്ലേ താൻ കോൺഫറൻസ് ആണെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയതല്ലേന്ന് ചോദിക്കാം. കൊള്ളാം, അവിടുന്ന് ദുബായിൽ നിന്ന് ഞാൻ ഇവിടം വരെ വന്നിട്ട് താൻ ഈ ചുറ്റിയടിക്കുമായിരുന്നു അല്ലേന്ന് ചോദിച്ചോണ്ട് അയാൾ അങ്ങനെ പറയണം. ഒരു നിമിഷം വല്ലാത്തൊരു ടെൻഷനായി പോയി മഹേഷിന്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് വിവേകാണെങ്കിൽ മഹേഷിനെ നോക്കുവാണ്. മഹേഷിനും എന്ത് ചെയ്യണം നടത്തില്ല, വിവേകിനും എന്ത് ചെയ്യണം നടത്തില്ല. ഇഷിതയ്ക്കാണെങ്കിലോ അത് അതിനേക്കാളും വലിയൊരിത്. ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യല്. കാരണം ഒരു പക്ഷേങ്കില് താൻ ഭാര്യ ആണെന്നാണ് ഇനി ഇവരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നൊരു ചിന്ത ഇഷിതയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. പിന്നീട് അവര് പറഞ്ഞു നടക്കട്ടെ, ഒരു കാര്യമുണ്ട്, ഞങ്ങൾ അത്രയും ദൂരം നിന്ന് ഇവിടം വരെ വന്ന ആ ഒരു ഓർമ്മയാണ് സാർ. അത് പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ മീറ്റിങ്ങിന് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞു ഒരു വ്യക്തി മഹേഷ് അങ്ങോട്ട് ഒഴിവാക്കി വിടുവാണ്. അങ്ങനെ അവര് പോയി കഴിഞ്ഞപ്പോഴത്തേനും വിവേക് പറഞ്ഞു, മഹേഷ് ഇത് എന്താ ഇത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ അതൊക്കെ പിന്നീട് വിശദമായിട്ട് പറയാന്ന് പറയാണ്. ആകെപ്പാടെ നാണക്കേടായല്ലോ എന്ന് പറയാണ്. ഈ സമയം ഇഷതി ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ അവരോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്നാണോ എന്ന് ചോദിക്കുക. എന്നിട്ട് മഹേഷ് അല്ല അത് പിന്നെ ഞാൻ, ഓഹോ എനിക്ക് മനസ്സിലായി, അപ്പൊ ഭാര്യയോടൊപ്പം ചുറ്റി നടക്കാനായി അങ്ങനെയായിരുന്നു നിങ്ങൾ അയാളോട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞല്ലേ? അല്ല ഞാൻ എന്നു മുതലാണ് നിങ്ങളുടെ ഭാര്യയായത്? അങ്ങനെ ഒരു സ്ഥാനം നിങ്ങൾ എന്ന് മുതൽ എനിക്ക് തന്നേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് മഹേഷിന് എന്തെങ്കിലും പറയാണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഇടപെടാൻ വന്നേക്കരുത്, എനിക്ക് ആരുടെ ആ ഒരു സ്ഥാനമൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത അങ്ങോട്ട് പോവാണ്. ഒരു നിമിഷം മഹേഷിന് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിപ്പോയി. കാരണം താൻ ഒരിക്കലും പറഞ്ഞ കാര്യമല്ല, അവര് തെറ്റിദ്ധരിച്ചിരുന്നാണ്. വിവേക് പറഞ്ഞ ആകെപ്പാടെ പ്രശ്നമല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. ചിപ്പിമോൾ ഈ സമയം ഷിയാമയെന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുവാണ്. ഷിയാമ എങ്ങോട്ട് അവിടെ നിൽക്കാൻ പറയണം? വേണ്ടാന്ന് പറയണം. ഷിയാമ നിൽക്കുക ഷിയാമേ, ചിപ്പിമോളല്ലേ പറയണേന്ന് ചോദിക്കുക. ചിപ്പി പറഞ്ഞാൽ പിന്നെ ഇഷിതയ്ക്ക് നിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അത് മാത്രമല്ല ചിപ്പിമോളെ അവിടെ ഉത്തരവാദിത്തോടെ കൊണ്ട് ഏൽപ്പിക്കുകയും ചെയ്യേണ്ട ജോലി ഇഷിതയുടെ ആണല്ലോ. പിന്നീട് ഇഷിത അവിടെ നിൽക്കുക. ഈ സമയം മഹേഷ് പുറകെ വന്നിട്ട് സോറി കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, അവരെന്തോ തെറ്റിദ്ധരിച്ചാ, ഇനി അവര് തെറ്റിദ്ധരിച്ചതിന്
ഞാൻ സോറി പറയാ എന്ന് പറയാണ്. ഇത് കേട്ടത് ഇഷിത പറഞ്ഞു, ഒരു തവണത്തേക്കൊക്കെ മേലാല് ഇനി ഇങ്ങനെ ആരെങ്കിലും എന്തിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കില്ല എന്നൊക്കെ പറയണം. ഇത് കേട്ടത് മഹേഷ് ഇല്ലാന്നൊക്കെ പറയാണ്. അങ്ങനെ അവര് തിരികെ പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.